ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങളൊരു SBIയിൽ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങൾക്ക്, ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 3-4 വർഷം കഴിയുമ്പോൾ തന്നെ നമ്മളെ KYC അപ്ഡേറ്റ് ചെയ്യാൻ അവരെ റിക്വസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ KYC അപ്ഡേറ്റ് ചെയ്യണം. KYC അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം അത് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ബാങ്കിൽ പോകാതെ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് നമ്മളെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്രയും ബെനിഫിറ്റ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിളിൽ കയറിയിട്ട് SBI എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് തന്നെ SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ SBIയുടെ യോനോ SBI നെറ്റ് ബാങ്കിങ്, പേഴ്സണൽ ബാങ്കിങ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ നെറ്റ് ബാങ്കിങ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മുകളിൽ കാണുന്ന 3 ലൈൻ കാണാൻ പറ്റും വലതുഭാഗത്ത്, നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും താഴത്ത് നോക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് KYC എന്ന് പറയുന്ന ഒരു പുതിയൊരു ഫീച്ചറോട് കൊണ്ടുവന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ KYC ബാങ്കിൽ പോകാതെ നമുക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ചെക്കൗട്ട് ചെയ്യാം. അപ്ഡേറ്റ് KYC എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നോ SBI KYC അപ്ഡേറ്റ് എൻ്റർ യുവർ മൊബൈൽ നമ്പർ. അപ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ടും SBIയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, ആ ഒരു മൊബൈൽ നമ്പറാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഐഡൻറ്റിറ്റി യുവർ സെൽഫ് യൂസിങ് എനി ഓഫ് ദ ബിലോ, അത് നമ്മൾ ഒന്നുകിൽ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ പാൻ കാർഡ്, അല്ലെങ്കിൽ CF നമ്പർ, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ, ഈ 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവർക്കും ഉണ്ടായിരിക്കും, അപ്പോൾ ആ ഒരു ഓപ്ഷൻ സ്വീകരിക്കാവുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ പാൻ കാർഡ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പാൻ കാർഡ് സ്വീകരിക്കാവുന്നതാണ്, അക്കൗണ്ട് നമ്പർ ആണെങ്കിൽ അങ്ങനെ സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഏതായാലും ഇവിടെ പാൻ കാർഡ് സെലക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് പാൻ കാർഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പാൻ കാർഡിൻ്റെ നമ്പറാണ് എൻ്റർ ചെയ്യാൻ പറയുക. ഓക്കെ, അതിനുശേഷം താഴത്ത് കാണുന്ന ഈ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ പാൻ കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തു. ദെൻ ഞാനിവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ ഈ ഒരു ബോക്സിലായിട്ട് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ OTP ഇവിടെ വെരിഫൈഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അപ്ഡേറ്റ് KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ആദ്യം തന്നെ നമ്മുടെ നെയിമും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കാണിക്കും. ദെൻ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം. അതായത് നിങ്ങളിപ്പോൾ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു സ്ഥലത്തായിരുന്നു, ബട്ട് ഇപ്പോൾ 5 വർഷത്തിന് ശേഷം നിങ്ങൾ താമസിക്കുന്ന സ്ഥലം മറ്റുള്ള സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് ആ ഒരു താഴത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ യുവർ പാൻ കാർഡ്, നമ്മളെ പാൻ കാർഡ് വെരിഫൈ ചെയ്യാനുള്ള ഒരു പേജാണ്. പാൻ കാർഡ് നമ്പറും പാൻ കാർഡിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അത് നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് താഴത്ത് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബോക്സ് നിങ്ങൾ താഴത്തെ ടിക്ക് മാർക്ക് ചെയ്തിട്ട് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് അടുത്തായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സമയത്ത് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്ഡേറ്റ് ചെയ്യാം. അതായത് മാരീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺമാരീഡ് തന്നെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓക്യുപ്പേഷൻ എന്താണ്, അതായത് നിങ്ങൾ 5 വർഷം മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ആ ഒരു ജോലി ആയിരിക്കില്ല ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സാലറി ആയിരിക്കില്ല ഇപ്പോൾ ആനുവൽ ഇൻകം ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചോദിക്കുന്ന ഈ ഒരു വിഷയങ്ങളൊക്കെ നിങ്ങൾ തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പം എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം സാലറി ആണോ, സാലറി സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡിസേബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നോ ആണെങ്കിൽ നോ കൊടുത്താൽ മതി. അതുപോലെ തന്നെ PF അത് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴത്തെ വേണം ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഐ ഓതറൈസ് SBI ടു അപ്ഡേറ്റ് മൈ KYC. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യലോടുകൂടി എഗെയിൻ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP കൂടി വരുന്നതായിരിക്കും. അത് എൻ്റർ ചെയ്യുക. ദെൻ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP വെരിഫൈഡ് എന്നും കാണിക്കും. ദെൻ ഡൺ യുവർ KYC ഡീറ്റെയിൽസ് ഹാവ് ബീൻ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും SBI യൂസ് ചെയ്യുന്ന നിങ്ങളറിയാവുന്ന നിങ്ങളുടെ മറ്റുള്ള റിലേറ്റീവ്സിലേക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.